നിലപാട് മയപ്പെടുത്തി സമസ്ത നേതാക്കൾ ഐക്യത്തിനു വേണ്ടി എന്തു വിട്ടുവീഴ്ചയ്ക്കും തയ്യാർ. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ പരാമർശങ്ങളിൽ സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം, സമസ്ത മുഷാവറ മെമ്പർ വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉൾപ്പെടെയുള്ളവർ ഖേദം പ്രകടിപ്പിച്ചു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു. അനഘ, കഴിഞ്ഞ കുറച്ചു നാളുകളായി സമസ്ത ലീഗ് തർക്കം പല തലത്തിൽ എത്തി നിന്നതാണ്. ഇപ്പോൾ എന്തുകൊണ്ട് നിലപാട് വല്ലാതെ മയപ്പെടുന്നു? കഴിഞ്ഞ ദിവസം ഈ സമസ്തയും മുസ്ലിം ലീഗും നേതാക്കളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ച കഴിഞ്ഞ് 24 മണിക്കൂറിനകം തന്നെ ഇരു നേതാക്കളും പരസ്പരം തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഈ സമസ്ത സെക്രട്ടറി ആയിട്ടുള്ള ഉമർ ഫൈസി മുക്കം ഇന്നലെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇത്തരത്തിൽ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ചർച്ചയിൽ ഈ സമവായ നീക്കമൊന്നുമല്ല ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്തത്. താൻ ഈ ലീഗിലെ അല്ലെങ്കിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളോടൊന്നും തന്നെ മാപ്പ് പറഞ്ഞിട്ടില്ല, ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല, താൻ അള്ളാഹുവിനോട് മാത്രമേ മാപ്പ് പറയൂ എന്നതടക്കമുള്ള പ്രസ്താവന ഈ ഉമർ ഫൈസി മുക്കം നടത്തിയിരുന്നു. ഈ വിഷയം ഇതാണ് ഈ ലീഗിനെ അക്ഷരാർത്ഥത്തിൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പരസ്യമായി ഈ തങ്ങളോട് കൂടിക്കാഴ്ചയിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്നു സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ. എന്നിട്ട് പരസ്യമായി അതെന്തുകൊണ്ട് അവർ പറയാൻ തയ്യാറാകുന്നില്ല, അത് തങ്ങൾക്കൊരു അപമാനമാണ് എന്ന തരത്തിലൊക്കെ തന്നെയായിരുന്നു ലീഗ് നേതാക്കളുടെ ഒരു പ്രതികരണം. ഇതോടെ ഈ സമസ്ത ലീഗ് ബന്ധം വലിയ രീതിയിലേക്ക് വഷളാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സമസ്തയിൽ തന്നെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരുമുണ്ട്. ഇവരൊക്കെ തന്നെ ഇതൊരു ലീഗ് വിരുദ്ധർ ഇതൊരു ആയുധമാക്കി എടുക്കാനുള്ള ഒരു ശ്രമമൊക്കെ തന്നെ നടത്തിയിരുന്നു. വലിയ രീതിയിലേക്കുള്ള ചർച്ചയിലേക്കൊക്കെ തന്നെ സാഹചര്യം കടന്നപ്പോഴാണ് തങ്ങളുടെ നിലപാട് മയപ്പെടുത്തണം എന്നൊരു നീക്കത്തിലേക്ക് ഈ സമസ്ത നേതാക്കളൊക്കെ തന്നെ എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് ഇട്ടിരിക്കുന്ന ഈ കുറിപ്പ്. അതായത് ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുന്നു, തുടർന്നും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നതാണ് ആ കുറിപ്പിൽ പറയുന്നത്. ഇത്തരത്തിൽ സമവായ ചർച്ചകൾ നടത്തണം, തങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല, ചർച്ചയിലൂടെ പരസ്പരം ലീഗും സമസ്തയും തമ്മിലുള്ള പ്രശ്നം കൃത്യമായി തന്നെ പരിഹരിക്കണമെന്ന് കൂടിയാണ് ആ കുറിപ്പിൽ പറയുന്നത്. മാത്രമല്ല ഈ സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം, സംസ്ഥാന മുഷാവറ മെമ്പർ വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉൾപ്പെടെയുള്ളവർ സംഘടനാപരമായ ഏത് വിട്ടുവീഴ്ചയ്ക്കും ഖേദപ്രകടനത്തിനും ഇനിയും തയ്യാറാണ് എന്നവർ കൃത്യമായി തന്നെ ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. അതായത് ഈ സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം നടത്തിയ പ്രസ്താവനയിൽ ലീഗിൽ വലിയൊരു അതൃപ്തി രൂപപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്തായാലും സമസ്ത തങ്ങളുടെ നിലപാട് മയപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. കൃഷ്ണരാജ് കുമാർ. ശരി, ഐക്യത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറെന്നാണ് സമസ്ത നേതാക്കൾ പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ.